ഈ മേയർ വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായിട്ട് കയറിയതിൽ പിന്നാലെ ഭരണം ഏറ്റെടുത്തതിൽ പിന്നാലെ വളരെ വലിയ തോതിലുള്ള തലവേദനയാണ് ഈ പറയുന്ന രീതിയിൽ എതിർ പാർട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതേസമയം ജനങ്ങൾക്കിടയിലോട്ടാണെങ്കിൽ വൻ തോതിലൊരു ജനപ്രിയനായിട്ട് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് മാറിയിരിക്കുകയും ചെയ്തു. എന്തു പറയാനെന്ന് പറയാം. പല വിധേന പല തരത്തിൽ ഇടതു നിന്നും വലതു നിന്നും ഒക്കെ തന്നെ ഇങ്ങനെ താത്തിക്കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതൊന്നും തന്നെ കൂസാതെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട്, അതായത് മുന്നും പിന്നും നോക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ട് അങ്ങേര് ജനങ്ങൾക്കിടയിൽ ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന BJP പാർട്ടിയെ എതിർക്കുന്നവർ പോലും വി രാജേഷിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു നിലവിലത്തെ ചർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി, പുള്ളിക്കാരൻ ഒരു വലിയ രീതിയിൽ അന്ന് പൂക്കി സ്റ്റൈലിലൊക്കെ വന്ന് നിന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. അതായത് ഈ പറയുന്ന തോതിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത് മേയർ വി രാജേഷ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ പടിപടിയായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ഘട്ടത്തിലും അങ്ങനെ താന്നു പോകുന്നില്ല. കംപ്ലീറ്റ്ലി അങ്ങേര് ഇങ്ങനെ ഓരോ പടിയായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുഖം നോക്കാതെയുള്ള നടപടികൾ. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ജനപ്രിയനായി മാറുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അല്ല ട്രെൻഡ് എന്ന് പറയുന്നതും ഒരു സംസാര വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ മേയർ വി രാജേഷാണ് ഒരു ജനപ്രിയനായി മാറിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അത് മാത്രമല്ലടേ, ഇങ്ങേരുടെ ഓരോ തീരുമാനങ്ങൾ, ഇങ്ങേരുടെ ഓരോ നീക്കങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ മേയറല്ല, ഇങ്ങേരെ പോലുള്ള ഭരണാധികാരികൾ തന്നെയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യമെന്നും മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇങ്ങനെ എത്തണമെന്നൊക്കെ പറയുന്നവരുണ്ട്. ചില കമന്റ് ബോക്സുകൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും വി രാജേഷിനെ കുറ്റം പറയുന്നവരുണ്ട്. കാരണം കുറ്റം പറയുന്നവരെ നമുക്കൊരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം സംഘികളെ ഇഷ്ടമില്ലാത്തവർ ഉറപ്പായിട്ടും കുറ്റം പറയും. അതേസമയം ഈ സംഘി, കൊങ്ങി, കമ്മി എന്നുള്ള വേർതിരിവില്ലാതെ ഈ പറയുന്ന തോതിൽ നല്ല വ്യക്തികളെ അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ നേതാക്കളെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് രാഷ്ട്രീയം നോക്കാതെ പറയുന്നവർ പലരും പറയുന്നുണ്ട്. ഈ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ തലപ്പത്തെത്തണം. കാരണം ഒരു മേയറായിരുന്ന് ഇങ്ങനെ ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, മുഖം നോക്കാതെ പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവർ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നതോടെ അതൊക്കെ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ നേട്ടമല്ലേ ശരിക്കും പറഞ്ഞാൽ വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം. അതും ഈ ഒരു ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെ ആയാലും. ശരിക്കും പറഞ്ഞാൽ കേരള BJP എടുത്ത തീരുമാനങ്ങളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറയുന്നത് ഈ പറയുന്ന വി രാജേഷിനെ തിരുവനന്തപുരം മേയറാക്കിയതാണെന്ന് ഞാൻ എടുത്തു പറയും. കാരണം ആദ്യം വി രാജേഷ് അല്ലായിരുന്നു അവിടെ മേയറായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വി രാജേഷ് അവിടെ മേയറായിട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങേരെ എന്ത് ചെയ്യും, ഇങ്ങേരെ കൊണ്ട് പറ്റുമോ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾ പലരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് വെറും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങേർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു പുള്ളിയല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങേർക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയാം, ഇങ്ങേർക്ക് എങ്ങനെ ജനങ്ങളോട് പെരുമാറണമെന്നറിയാം, തീരുമാനങ്ങൾ ഏത് തരത്തിൽ എടുക്കണമെന്നറിയാം, അത് ഏത് തരത്തിൽ നടപ്പാക്കണമെന്നറിയാം, ജനങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നറിയാം, നാടിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അറിയാം. ഇതൊക്കെ തന്നെയല്ലേ ഒരു അധികാരത്തിലിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്. അത് 100% ഇങ്ങനെ കൊണ്ട് എന്നുള്ളത് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള മേയർമാരിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മേയർ എന്നുള്ള രീതിയിൽ ഇങ്ങേരെ തന്നെ തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇങ്ങേരെ മാത്രമേ ഉള്ളൂ. കാരണം വേറെയുള്ള മേയർമാർ ആരാണെന്നോ കോർപ്പറേഷനുകളിൽ എന്ത് നടക്കുന്നെന്നോ കോർപ്പറേഷനിൽ എന്ത് നടത്തുന്നെന്നോ ഒന്ന് പോലും ആർക്കും ഒന്നും അറിയത്തില്ല. വാർത്തകളിൽ പോലും ഒരു ന്യൂസും ഇല്ല. അനുകൂലമായാലും പ്രതികൂലമായാലും ഒക്കെ തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വി രാജേഷ് മാത്രം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതായത് തന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, താൻ മാത്രം വാർത്തയിൽ ഇടം നേടുന്നു. അത് എഗെയിൻസ്റ്റ് ആയാലും പോസിറ്റീവ് ആയാലും ഫുൾ ഫോക്കസ് വി രാജേഷ്. സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ട്രെൻഡിങ് ജനപ്രിയൻ അത് VD സതീശനല്ല, നമ്മുടെ മുഖ്യമന്ത്രിയല്ല, മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷ് തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാം.